നമസ്തേ. കഥകളരി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങൻ്റെ ദിവസമാണ്. തിരുവാതിരക്കാലമല്ലേ. ഞാൻ എട്ടങ്ങാടി ഉണ്ടാക്കി. ഇന്ന് ഞാൻ പറയുന്ന റെസിപ്പി പാചക വീഥിയിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ എട്ടങ്ങാടിയാണ്. എട്ടങ്ങാടി നിവേദ്യം സാധാരണയായിട്ട് നമ്മുടെ ഭവനങ്ങളിലുണ്ടാകും. ഇവിടെ നമ്മുടെ ഭവനങ്ങളിൽ എട്ടങ്ങാടി ഉണ്ടാക്കി എല്ലാവരും കൂടി നിവേദിക്കുക. ആദ്യകാലത്തൊക്കെ അടുത്ത ഏതെങ്കിലും മനകളിൽ അങ്ങനെ അന്തർജനങ്ങൾ ഉണ്ടാക്കുന്ന എട്ടങ്ങാടിയിൽ എല്ലാവരും സഹകരിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു രീതിയാണ് എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നത് കേട്ടോ. പിന്നീട് അതങ്ങനെ ഇവിടെ വന്നതിന് ശേഷം, ഞാൻ വിവാഹം കഴിഞ്ഞ് ഇവിടെ തൃക്കളത്തൂർ വന്നതിന് ശേഷം ഇവിടെ വരുത്തുണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ കുറേ പരിഷ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴെന്താ സംഭവം എന്നറിയാമോ? ഞങ്ങളുടെ ക്ഷേത്രത്തിന് തൊട്ട് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു ആൽമരമുണ്ട്. ആൽമരത്തിന് വധുവായിട്ട് ആര്യവേപ്പിനെ യഥാവിധി അശ്വത്ഥ നാരായണൻ എന്ന് പറയുന്ന ആൽവൃക്ഷം, ഒരു മഹാബ്രാഹ്മണനെ പോലെ വേളി കഴിച്ച വേളിയാണ്, വധുവാണ് ആര്യവേപ്പ്. അവർ രണ്ടുപേരും കൂടി ഒരേ തറയിലങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ആ അശ്വത്ഥ നാരായണ സന്നിധിയിലാണ് ഈ ദേശത്തിൻ്റെ തിരുവാതിര ആഘോഷം. ഒരു 200-300 സ്ത്രീകളൊക്കെ ഉണ്ടാകും തിരുവാതിര കളിക്കാനും കാണാനും കൂടാനും ഒക്കെ ആയിട്ട്. തിരുവോണം തൊട്ട് കളിക്കും തിരുവാതിര വരെ. അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു എട്ടങ്ങാടി നിവേദ്യം. അപ്പോൾ തന്നെ രാത്രിയായിരുന്നു പാതിരാപ്പൂ ചൂടലും ഉറക്കമൊളിപ്പും ഒക്കെ. അപ്പോൾ ഇന്ന് ഞാൻ എട്ടങ്ങാടി അവതരിപ്പിക്കുകയാണ് നമ്മുടെ പാചക വീഥിയിൽ. എന്താണ്, ആലിൻ ചുവട്ടിൽ ഇന്നലെ നിവേദ്യവും കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഭവനത്തിൽ നിവേദ്യം സമർപ്പിക്കും, അവിടെ പോയി കൂടുകയും ചെയ്യും. അങ്ങനെയാണ് പാതിരാപ്പൂ ചൂടൽ ആൽച്ചുവട്ടിൽ മാത്രം, എല്ലാവരും കൂടെ. നല്ലൊരാഘോഷാട്ടോ അത്. അപ്പോൾ എട്ടങ്ങാടി എന്ന് പറയുന്നത് അങ്ങാടി വിഭവങ്ങൾ 8 കൂടി ചേർത്തുണ്ടാക്കുന്ന ഒരു വിഭവമാണത്. അത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഏത്തക്കായ, ചേന, ചേമ്പ്, ചെറുകിഴങ്ങ്, കൂർക്ക, ഇത്രയും കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ചുട്ടെടുക്കും. തീക്കനലിന് മീതെ വെച്ച്, അല്ലെങ്കിൽ കായൊക്കെ ആണെങ്കിൽ വാഴപ്പ് ഇലയിലൊന്ന് പൊതിഞ്ഞ് വെച്ച് അങ്ങനെ മീതെയും തീയിട്ട് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് ചുട്ട് എടുക്കും. വെള്ളം തൊടാതെ എടുത്ത് തൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കി ഒരുക്കി വയ്ക്കും. വൻപയർ വറക്കും, ഒന്ന് പതുക്കനെ വറുത്ത് വയ്ക്കും. കൂടാതെ വാണിഭമായിട്ടുള്ള ശർക്കര ചേർക്കുന്നത് കൊണ്ട് ചിലർ കരിമ്പ് വേറെ ചേർക്കില്ല, ചിലർ ശർക്കരയും ചേർക്കും, കരിമ്പും ചേർക്കും. പിന്നീട് അതിന് വേണ്ടത് നാളികേരം ഉണ്ണിയപ്പം ഉണ്ടാക്കാനൊക്കെ അരിയണ പോലെ കുരുകുര അരിഞ്ഞ് നെയ്യിൽ വറുത്ത് ചേർക്കുന്നതുകൊണ്ട് പച്ചയ്ക്ക് തന്നെ ചേർക്കുന്ന ഒരു വിഭവമുണ്ട്. ഇതെല്ലാം ഒരുക്കി വച്ചതിന് ശേഷം ശർക്കര ഒരു പാത്രത്തിൽ, ഉരുളിയിൽ ശർക്കര ഉരുക്കി അതൊരുമാതിരി അങ്ങോട്ട് പാവ് മുറുകി വരുമ്പോൾ ഈ ഒരുക്കി വച്ചിരിക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളും പയറും തേങ്ങയും ഈ ശർക്കര പാവ് കാച്ചിയിലൊക്കെ ഇട്ട് ചേർത്ത് എടുക്കുന്ന ഒരു വിഭവമാണ്. ഇത്രയുമാണ് ഇത്. നിവേദ്യത്തിന് ഒരുക്കാൻ ഇത്രയും വസ്തുക്കളൊക്കെ വേണ്ടു. ഇത് കൂടാതെ ചില ദേശം തോറും ഭാഷാഭേദം എന്ന് പറയുന്നത് പോലെ ഞാൻ പല സ്ഥലങ്ങളിലും ചില വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ട്. ചിലർ ഇതിൽ എള്ളൂടി വറുത്ത് ചേർക്കും. പിന്നെ മറ്റ് ചില സ്ഥലങ്ങളിൽ ചുക്കും ജീരകവും പൊടിച്ചത് കൂടി വിതറും. ഏതായാലും നമ്മൾ ഉണ്ടാക്കേണ്ടത് അതിനൊരു സ്വാദും മണമൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതി ഇത്തിരി ചുക്കും ജീരകവും പൊടിച്ചത്, ഏലക്കായും കൂടി ചേർത്ത് പൊടിച്ചത് ഒന്ന് വിതറും. മറ്റു ചില സ്ഥലങ്ങളിൽ അല്പം തേനൊഴിക്കും. അപ്പോൾ ഈ മധുരത്തിൻ്റെ കൂടെ അതിനെല്ലാം കൂടെ ഒരു യോജിപ്പ് വന്ന് ഒരു നല്ല ടേസ്റ്റായിരിക്കും. ഇതിങ്ങനെ ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ച് ഈ വിഭവം കൂടുതൽ സ്വാദിഷ്ടമാക്കാൻ എന്തു വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു രീതിയാണ്. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്
ഏത്തക്കായ, ചേന, ചേമ്പ്, കാച്ചിൽ, കൂർക്ക, ഈ വക കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ചുട്ട് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഒരേ വലിപ്പം എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങൾക്കും ഒരേ വലിപ്പം വരുന്ന വിധത്തിൽ അരിഞ്ഞെടുത്തു. അതായത് ചേനയൊക്കെ മെഴുക്കുരുട്ടി വയ്ക്കാൻ എടുക്കുന്ന അത്ര വലിപ്പത്തിൽ ചെറിയ എത്ര പോകുന്ന കഷ്ണങ്ങൾ. പയർ വറുത്തത് വേറെ വറുത്തവിടെ വെച്ചു. തേങ്ങ കൊത്തി അരിഞ്ഞിട്ട് അതും വെച്ചു. ശർക്കര പാവ് കാച്ചി. പാവ് നമ്മൾ ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കണതിൻ്റെ ആ പാവ് മുറുക്കത്തിൽ വരണേ, അതായത് അതിൽ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ടാവണം. ശർക്കര അങ്ങോട്ട് പൊടിച്ച് ഉരുളിയിൽ അങ്ങോട്ട് വെച്ച് വെറുതെ ഒരു കൈ വെള്ളം നളിച്ചാൽ ശർക്കര അലിഞ്ഞ് അല്പം കഴിയുമ്പോഴേക്കും ആ പാവ് പാകത്തിന് മുറുകും. ആ പാവ് മുറുകി കഴിഞ്ഞാൽ ആദ്യം പയറിടും, കഷ്ണങ്ങളിടും, പിന്നെ തേങ്ങാക്കൊത്തിടും, എല്ലാം കൂടി ചേർത്ത് അങ്ങോട്ട് ഇളക്കും. അതോടുകൂടി ഈ സാധനം കുറച്ച് കൂടുതലും ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പലർക്കും കൊടുക്കണമെന്ന്. നമ്മളൊക്കെ ഉണ്ടാക്കണ എട്ടങ്ങാടിയൊക്കെ ഇവിടെ ഇപ്പം ചില കുടുംബങ്ങളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഞാൻ കൊടുക്കാറുമുണ്ട്, ഒന്ന് ചോദിക്കാറുമുണ്ട്. ആ എട്ടങ്ങാടിയിൽ 1-2 ഏത്തപ്പഴം വാങ്ങി വച്ചതിന് ശേഷം അരിഞ്ഞ് 4 കീറി അരിഞ്ഞ് അതുകൂടി ചേർക്കുക. അതപ്പോൾ എന്താ വെച്ചാൽ നമ്മളേക്ക് ഈ വിഭവം കുറച്ച് കൂടുതലുണ്ടാകും, പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും, അത്രമാത്രമേ ഉള്ളൂ. അല്പം തേനും ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് അവിടെ വയ്ക്കും. ചുക്കും ജീരകവും പൊടിച്ചത് മീതെ ഒന്നും വിതറും. ഈ ശർക്കര പാവ് ഒന്നങ്ങോട്ട് മുറുകാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതിന് ശേഷം ഒരു സ്പൂൺ പഞ്ചസാര ഇങ്ങനെ കയ്യിലേക്ക് ഇട്ടിട്ട് അതും അതിൻ്റെ മീതെ ഒന്നങ്ങോട്ട് വിതറും. ഈ ഉരുകിയ ശർക്കരയിൽ പഞ്ചസാര അങ്ങോട്ട് ചെന്നാൽ അത് ഉറച്ചു, പിന്നെ അങ്ങനെ വെള്ളം കിരിഞ്ഞ് വരില്ല. ശർക്കര വരട്ടിണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ, ഉരുള വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി ശർക്കര പഞ്ചസാര വിതറുമല്ലോ, അതുപോലെ അത് അലിഞ്ഞ് അതിൽ ചേരുകയും ചെയ്യും. എല്ലാം കൂടിയായ നല്ല സ്വാദിഷ്ടമായൊരു വിഭവമാണ്. ഞാൻ എട്ടങ്ങാടി ഉണ്ടാക്കിയത് കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ ഇന്നത്തെ വിഭവം തിരുവാതിരക്കാലമായതുകൊണ്ട് എട്ടങ്ങാടി നിവേദ്യം. എട്ടങ്ങാടി നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാം. തിരുവാതിരക്കാലം അവിടെ ഒന്നൊന്നുമില്ല. ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നൊക്കെ പറയണത് എപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടും. ഇനിയിപ്പോൾ 1-2 കൂടിയാലും ഇല്ല വിരോധം, 1-2 കുറഞ്ഞാലും ഇല്ല വിരോധം. അങ്ങനെയായിട്ട് ഈ എട്ടങ്ങാടി നമുക്ക് ഉണ്ടാക്കാം. എല്ലാം നല്ല പോഷക വിഭവങ്ങളാണ്, നല്ല ന്യൂട്രീഷൻ വാല്യൂ ഉള്ളൊരു ഭക്ഷണമാണിത്. വൈകുന്നേരത്തെ ഒരു ദിവസത്തെ കാപ്പിക്ക് എട്ടങ്ങാടി അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം എന്താ, ഒന്നുമില്ല, നല്ലതാണ്. 2 പപ്പടം കാച്ചിയതും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ സുഖമായിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളൂ. പക്ഷെ തിരുവാതിരയ്ക്ക് നിശ്ചയം മകീരത്തുനാൾ സന്ധ്യയ്ക്ക് മകീര ഉള്ള ദിവസം എട്ടങ്ങാടി നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാക്കി നിവേദ്യം, ശിവപാർവതി പൂജ നടത്തുമ്പോൾ നിവേദ്യമായി സമർപ്പിക്കാൻ സാധിക്കണം. നമ്മളത് ചെയ്യണം. തിരുവാതിര വ്രതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണത്. അപ്പോൾ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന പാചകം എട്ടങ്ങാടി. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി, എല്ലാവർക്കും നന്ദി. തിരുവാതിര ആശംസകൾ. എല്ലാവർക്കും സൗഖ്യമായിരിക്കട്ടെ. പുതുവത്സരാശംസകളും തിരുവാതിര ആശംസകളും ക്രിസ്തുമസ് ആശംസകളും എല്ലാ ആശംസകളും. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട മാലതി ചേച്ചി.